PRDA വെട്ടി കുടുംബശ്രീയിലും കരാർ നിയമനം. പബ്ലിക് റിലേഷൻസ് ഓഫീസർ തസ്തികയിലാണ് കരാർ നിയമനം. PRDയിൽ നിന്ന് ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്ന കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ആവശ്യവും അംഗീകരിച്ചില്ല. സ്വന്തക്കാരെ PRO ആയി നിയമിക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് ആക്ഷേപം. ജനം ബ്രേക്ക് ചെയ്യുകയാണ്. ഈ വാർത്ത വിശദാംശങ്ങൾ നൽകാനായി രാജീവ് ചേരുകയാണ്. രാജീവ്, വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. കുടുംബശ്രീയുടെ പബ്ലിക് റിലേഷൻസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഈ സോഷ്യൽ മീഡിയയിൽ ഇടപെടൽ ശക്തമാക്കുന്നതിനുമാണ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സർക്കാരിന് കത്ത് നൽകിയിരുന്നത്. കഴിഞ്ഞ വർഷം 2024 നവംബർ 11 ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സർക്കാരിന് നൽകിയത്. എന്നാൽ മാസങ്ങളോളം സർക്കാർ ഇത് അംഗീകരിച്ചിരുന്നില്ല. പ്രധാനമായും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവശ്യപ്പെട്ടിരുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, അതായത് മറ്റു വകുപ്പുകളിൽ ചെയ്യുന്ന രീതിയിൽ തന്നെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു അസിസ്റ്റൻറ്റ് ഇൻഫർമേഷൻ എഡിറ്റർ നൽകണമെന്നൊരു ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. ഇതാണ് സർക്കാർ അംഗീകരിക്കാതിരുന്നത്. തുടർന്ന് ഈ കഴിഞ്ഞ 16 ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കുന്നത്. കരാർ നിയമനം നടത്താനുള്ള നിർദ്ദേശം നിലവിൽ നൽകിയിരിക്കുന്നു. അതായത് PRDയിൽ നിന്ന് നേരിട്ട് നിയമനം നടത്തണം, അല്ലെങ്കിൽ ഈ തസ്തിക ഉണ്ടാക്കി PRDയിൽ നിന്ന് ആളെ നിയമിക്കണമെന്ന ആവശ്യം തള്ളിക്കൊണ്ടാണ് കരാർ നിയമനം നടത്താനുള്ള ഒരു നിർദ്ദേശത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കുടുംബശ്രീയുടെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു തസ്തിക രൂപീകരിക്കണമെന്ന് കുടുംബശ്രീ ഡയറക്ടർ ആവശ്യപ്പെട്ടത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട മറ്റു തരത്തിലുള്ള ഏകോപനങ്ങൾക്കും ഈ ഉദ്യോഗസ്ഥനെ നിയമിക്കാമെന്നും കുടുംബശ്രീ ഡയറക്ടർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ ആവശ്യത്തിലാണ് നിലവിലിപ്പോൾ PRDയിൽ നിന്ന്, സാധാരണ എല്ലാ വകുപ്പുകളിലും PRDയിൽ നിന്നാണ് ഈ തസ്തികയിൽ ആളെ അനുവദിക്കുന്നത്. പോലീസിന് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകൾക്കും PRDയിൽ നിന്ന് ഉദ്യോഗസ്ഥനെ അനുവദിക്കാറുണ്ട്. ഇതിനു പകരമാണ് കരാർ നിയമനം നടത്താൻ കുടുംബശ്രീയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് കുടുംബശ്രീ ആവശ്യപ്പെട്ടതിൽ നിന്ന് വിപരീതമായി സാധാരണ രീതിയിൽ കരാർ നിയമനം നടത്താൻ വേണ്ടി വകുപ്പുകളിൽ നിന്ന് ആവശ്യം വരുമ്പോൾ സർക്കാർ തള്ളുകയാണ് മുൻകാലങ്ങളിൽ പതിവെങ്കിൽ. ഇപ്പോൾ ഈ കുടുംബശ്രീക്ക് അനുമതി നൽകിയിരിക്കുന്നത് കരാർ നിയമനങ്ങൾ തന്നെ നടത്താൻ വേണ്ടിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശവും കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് നൽകിയിരിക്കുന്നു. നേരത്തെ നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ സാമൂഹ്യ മാധ്യമ പേജുകളുടെ പരിപാലനവും കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ടവരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 12 പേരെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇതിനായി മാത്രം നിയമിച്ചിരിക്കുന്നത്. സീഡിറ്റും അതുപോലെ തന്നെ PRDയും പോലുള്ള സംവിധാനങ്ങൾ ഉള്ളപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും കരാർ അടിസ്ഥാനത്തിൽ ആളിനെ നിയമിച്ചുകൊണ്ട് ഈ സാമൂഹ്യ മാധ്യമ പേജുകളുടെ പരിപാലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി 80 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു മാസം സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നുണ്ട്. മാത്രമല്ല, ഇവരുടെ വേതനം വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഉത്തരവും പുറത്തിറക്കിയിരുന്നു. സമാനമായ രീതിയിലാണ് ഇപ്പോൾ കുടുംബശ്രീയിലും ഈ സാമൂഹ്യ മാധ്യമ പേജുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വർക്കുകളുടെ ഏകീകരണവും ഒക്കെ നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ, അതും കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കാനുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിരിക്കുന്നത്. PRDയെ നോക്കുകുത്തി ആക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെയും സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിൽ കരാറടിസ്ഥാനത്തിലുള്ള നിയമനങ്ങൾ യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. PSCയെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് കരാറടിസ്ഥാനത്തിലുള്ള നിയമനങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴാണ് സുപ്രധാനമായ തസ്തികകളിൽ പോലും കരാർ അടിസ്ഥാനത്തിൽ ആളെ നിയമിക്കുന്നത്. മാത്രമല്ല, വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് കാലാവധി നീട്ടി നൽകുന്നതും ഇപ്പോൾ വ്യാപകമായിരിക്കുകയാണ്. ആ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകുന്നതിനെതിരെ IAS അസോസിയേഷൻ പോലും രംഗത്ത് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനങ്ങൾ തുടരുന്നത്. ശരി രാജീവ്.